ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ 18 വയസ്സിന് മേലുള്ളവർ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, 18+. ഓക്കെ, ഇതിൻ്റെ വാർണിംഗ് ആണ്. അതുപോലെ തന്നെ എന്താണ് റിസ്ക് കാര്യങ്ങൾ, ട്രേഡിങ്ങിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കോട്ടക്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത്. കോട്ടക്സിൽ നമ്മൾ പുതിയൊരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ കോട്ടക്സ് മാത്രമല്ല, നമ്മൾ ബിനോമോ ട്രേഡും ചെയ്യുന്നുണ്ട്, കോട്ടക്സ് ആൻഡ് ബിനോമോ. ഓക്കെ, അപ്പം നമുക്ക് ബിനോമോൻ്റെ VIP ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ നമ്മൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോട്ടക്സിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക, ബിനോമോൻ്റെയും നമ്മൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ ചാനലാണ്, മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന മെയിൻ ചാനലാണ്. ഇവിടെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബിനോമോൻ്റെ AI സിഗ്നൽസ് ഉണ്ട്. AI സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ നിങ്ങൾക്ക് 1:30 മുതൽ 10 രാത്രി 10 വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള സിഗ്നൽസ് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അഡ്വാൻസ് ഒരു നിയർലി ഒരു 100+ സിഗ്നൽസ് ഉണ്ടാവും ഇതിൽ. ബിനോമോൻ്റെ AI ഉണ്ട്, അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ AI ഉണ്ട്. 100+ സിഗ്നൽസ് നിങ്ങൾക്ക് ഇത് രണ്ടിലും കിട്ടും. കോട്ടക്സിലും കിട്ടും, ബിനോമയിലും കിട്ടും. ആർക്ക് ബിനോമോ വേണ്ടവർക്ക് ബിനോമോ എടുക്കാം, കോട്ടക്സ് വേണ്ടവർക്ക് കോട്ടക്സ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഗ്രൂപ്പാണ് നമുക്കുള്ളത്, അൾട്രാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അൾട്രാ VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മണി മാനേജ്മെൻറ്റൊക്കെ നോക്കി എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് പെർ ഡേ നമ്മൾ ഒരു ഇത്ര നിശ്ചിത ശതമാനം നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും തിങ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അൾട്രാ VIP ഉണ്ട് നമ്മുടെ അടുത്ത്, കോട്ടക്സിൻ്റെ AI ഉണ്ട്, ബിനോമോൻ്റെ AI ഉണ്ട്, അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ VIP ഉണ്ട്, ബിനോമോൻ്റെ VIP ഉണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണം, ഏതൊക്കെ സിറ്റുവേഷനിൽ ട്രേഡ് എടുക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഡിക്കേറ്ററുകളുണ്ട്, ഏതൊക്കെ സ്ട്രാറ്റജികളുണ്ട്, അതുപോലെ തന്നെ എന്താണ് കോട്ടക്സ്, എന്താണ് ബിനോമോ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ക്ലാസ് 1 മുതൽ ക്ലാസ് 12 വരെയുള്ളത് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇൻഡിക്കേറ്റർ വെച്ച് ഉപയോഗിക്കാം, ഏതൊക്കെ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുതിയൊരു ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എടുക്കാം. MACD എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിക്കേറ്റർ. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വാല്യൂ ഇവിടെ 10 ആക്കുക. ഓക്കെ, ഇത് ഇവിടെ ഒരു 2 പോയിൻ്റ് ഇവിടെ കുറയ്ക്കുക, 24. ഇവിടെ 11 ആക്കുക. MACDൻ്റെ ഒന്ന് കറക്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഇതൊന്ന് വെറുതെ വേണമെങ്കിൽ ഒന്ന് തിക്നെസ് കൂട്ടാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 10 ആക്കി, ഇവിടെ 24 ആക്കി, ഇവിടെ 11 ആക്കി. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ബ്ലാക്ക് ഒന്ന് ബോൾഡ് ആക്കാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സെറ്റിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. ഇനി വളരെ സിമ്പിളാണ്. എന്താണ്? നമ്മളൊരു പെയർ എടുക്കുന്നു, ഒരു പെയർ എടുക്കണം. ഓക്കെ, ഇവിടെ റെഡ് ക്യാൻഡിൽ ക്രോസ് ചെയ്ത് മുകളിലേക്കും ഗ്രീൻ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് താഴോട്ടും പോവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ താഴോട്ട് ഒരു എൻട്രി എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ താഴോട്ട് ഒരു എൻട്രി എടുത്തു തരാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു താഴോട്ട് ഒരു എൻട്രി എടുത്തു. ഇവിടെ എന്തായി? ഇവിടെ ഒരു നൈസായിട്ട് കണ്ടോ റെഡ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ റെഡ് മേലോട്ട് കയറുന്നു, ഗ്രീൻ താഴോട്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എവിടെയൊക്കെ ക്രോസ് നടക്കുന്നു, ഇവിടെ ക്രോസ് നടക്കുന്നുണ്ടോ? ഇവിടെ ക്രോസ് നടന്നു കഴിഞ്ഞാൽ നോക്കി, വളരെ സിമ്പിളാണ്. ഇവിടെ ക്രോസ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റെഡ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു എൻട്രി എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എങ്ങോട്ട്? അപ്പിലേക്ക്. ഇവിടെ നോക്കിക്കേ, എത്ര നല്ല ക്ലിയറായിട്ട് നമുക്ക് പ്രോഫിറ്റ് വരുന്നു. എത്ര നമുക്ക് ക്ലിയറായിട്ടും പ്രോഫിറ്റ് വരുന്നു. എവിടെയൊക്കെയാണോ ഈ ഗ്രീൻ ക്യാൻഡിലിനെ റെഡ് ക്യാൻഡിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് എൻട്രി എടുക്കുക. ഈ റെഡ് ക്യാൻഡിലിനെ ഗ്രീൻ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? മുകളിലേക്ക് എൻട്രി എടുക്കുക. വളരെ സിമ്പിൾ.
അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ നോക്കുക. ഇപ്പം ഞാൻ നോക്കുന്നത് അവിടെ പ്രോഫിറ്റായി, നോക്കിയേ, ഇവിടെ പ്രോഫിറ്റായി. ഇവിടെ മന്ത്രവും മായയും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുത മാജിക്കുകൾ, ഞാൻ മാത്രം ചെയ്യുന്നൊരു മാജിക്കൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ സിമ്പിൾ. നിങ്ങൾ ആദ്യം ഒന്ന് ഒരു മിനിറ്റ്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ആദ്യം ഒരു ലൈൻ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇപ്പോൾ റെഡ് ലൈൻ മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? റെഡ് ലൈനിനെ എപ്പോഴൊക്കെയാണോ ഗ്രീൻ ലൈൻ താഴെ നിന്നും ക്രോസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം, റെഡ് ലൈനിനെ എപ്പോഴൊക്കെയാണോ ഗ്രീൻ ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്, ദാറ്റ് മൂമെൻറ്റ് ഐ വിൽ ടേക്ക് എന്താണ്, അപ്പ് സൈഡിലേക്കുള്ള എൻട്രി എടുക്കും ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണിത്. ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക്, ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പിലേക്ക് പോകുന്നത്. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, അപ്പിലേക്ക് എൻട്രി എടുക്കുന്നത്, മുകളിലേക്ക് എൻട്രി എടുക്കുന്നത്, അല്ലേ? അപ്പോൾ എവിടെ ക്രോസ് ചെയ്യുന്നോ, എവിടെയാണ് ക്രോസ് വരുന്നത്, അവിടെ ക്രോസ് കഴിഞ്ഞാൽ, അല്ലെ ക്രോസിൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യും, അപ്പിലേക്ക് ഒരു എൻട്രി എടുക്കും. ഓക്കെ, ഇനി എൻ്റെ റെഡ് ക്യാൻഡിൽ വന്നു. ഇനി റെഡ് ലൈന്, ഈ റെഡ് ലൈനിനെ ഈ ഗ്രീൻ ലൈൻ എപ്പോഴാണോ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നത്, ഇവിടെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ ഞാൻ അപ്പിലേക്ക് എൻട്രി എടുത്തു, ഇവിടെ ഞാൻ ക്രോസ് ചെയ്ത് താഴോട്ട് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഡൗണിലേക്ക് ഒരു എൻട്രി എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ എൻ്റെ പോയിൻ്റ് ഈ റെഡ് ലൈൻ മുകളിലാണെങ്കിൽ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡൗണിലേക്കായിരിക്കും. ഈ റെഡ് ലൈനിൻ്റെ മേലെ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് അപ്പിലേക്കായിരിക്കും. നമ്മൾ സൂപ്പർ ട്രെൻഡിൽ പഠിച്ചില്ലേ, അതുപോലെ തന്നെ എൻ്റെ ഈ റെഡ് ലൈൻ അപ്പിലാണെങ്കിൽ എൻ്റെ വ്യൂ ഡൗണിലേക്ക്. റെഡ് ലൈൻ താഴെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഗ്രീൻ ലൈൻ മുകളിലാണെങ്കിൽ എൻ്റെ വ്യൂ അപ്പിലേക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. കഴിഞ്ഞു, കഥം തീർന്നു. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിക്കാൻ 1 മിനിറ്റ് മതി, പ്രാക്ടീസ് ചെയ്യാൻ 1 മാസം വേണ്ടി വരും, അല്ലേ? പ്രാക്ടീസ് ചെയ്യാനാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഏത് പേരിലെടുത്തോ, നോക്ക്, ഞാൻ പറഞ്ഞത് എന്തായി, ഈ റെഡ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഡൗണിലേക്ക് എടുത്തോ, ഏത് പേരെടുത്ത് നോക്ക് നിങ്ങൾ. ഇത്രയും മിനിറ്റ് ഇവിടെ ക്രോസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കിക്കോ. ഇതുണ്ടോ, ക്രോസ് ചെയ്തു, ഇവിടെ ക്രോസ് ചെയ്തു, നോക്കിക്കേ, റെഡ് ക്യാൻഡിലാണോ ഇവിടെ വന്നേക്കണേ, കണ്ണൂർന്ന് നോക്കുന്നത് ആണോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആവുന്നില്ല? ചില സമയങ്ങളിൽ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു സ്ട്രാറ്റജി കണ്ടു, എനിക്ക് അത് മതി, ഞാൻ രക്ഷപ്പെട്ടു, ഇതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യാം എന്നല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കണ്ടോ, ഇവിടെ ക്രോസിങ് വരുന്നുണ്ട്, കണ്ടോ? ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്ടല്ലോ, നമുക്ക് നല്ല നല്ല പ്രോഫിറ്റുകൾ കിട്ടും. പക്ഷെ പ്രാക്ടീസ് മാത്രം കുറഞ്ഞാൽ എന്താവും, നമുക്ക് ഈ സ്ട്രാറ്റജി എത്ര നല്ല സ്ട്രാറ്റജി ഇരുന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ കയറി ഇരുന്ന് ഓടിക്കാതെ ബൈക്ക് ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓടിച്ച് പ്രാക്ടീസ് തന്നെ നേടണം, അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ ഇന്നത്തെ കാര്യം. വളരെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങ് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കിയത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഇതല്ലാതെ വേറൊരു അത്ഭുതങ്ങളൊന്നും ഗ്രൂപ്പിൽ ഞാൻ നടത്തുന്നില്ല. നിങ്ങൾക്ക് ഇത് തന്നെ നോക്കിയിരുന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മണി മാനേജ്മെൻറ്റ് വെച്ച് പ്രോഫിറ്റ് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അത് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരോടും പറയുന്നൊരു കാര്യം, അൾട്രാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 100% നമ്മൾ പ്രോഫിറ്റബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ 4 സെക്ഷൻ 4 ടൈമിലാണ്. രാവിലെ 11 o'clock ഉച്ചയ്ക്ക് 1 PM രാത്രി 10 PM രാത്രി 11:30 ഇത്രയും 4 ടൈമുകളിൽ നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. ഏത് അൾട്രാ ഗ്രൂപ്പിൽ.
ഓക്കെ. പിന്നെ VIP ഗ്രൂപ്പിൽ രാത്രി 8:30 മാത്രം, VIP 8:30 കോട്ടക്സിനും 9 മണിക്ക് ബിനോമയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ AI കോട്ടക്സിൻ്റെ AI ബിനോമി ആയാലും കോട്ടക്സിൻ്റെ ബിനോമോ AI ആയാലും ശരി, കോട്ടക്സിൻ്റെ AI ആയാലും ശരി, ഈ 2 അഡ്വാൻസ്ഡ് സിഗ്നൽസ് 100+ 100 മേലെ സിഗ്നൽസ് ഉള്ള ആ ഗ്രൂപ്പുകളിൽ നമ്മൾ 1:30 മുതൽ അല്ലെങ്കിൽ 1:30 മുതൽ അല്ലെങ്കിൽ 2 മണി മുതൽ നമ്മൾ രാത്രി 10 മണി വരെ ട്രേഡ് ചെയ്യാനുള്ള സിഗ്നൽസ് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. അപ്പോൾ ഇത്രയും സർവീസുകളാണ് മായാവി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളാം, ഒരു മടിയും വിചാരിക്കാതെ പ്രാക്ടീസ് ചെയ്തോളാം. ഓക്കെ, ഡെമോ അക്കൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ്, നല്ലതാണ്, ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റിയൽ അക്കൗണ്ടിലേക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.